ലണ്ടൻ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസം ഇതാ ആരംഭിക്കുകയാണ്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് തന്നെ എയർബിഎൻബി വെക്കേറ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും. ദ ഐക്കോണിക് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. കാരണം ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ മുത്തമിടുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് വിൻ. സോ അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാതെ എങ്ങനെ ലണ്ടൻ വിട്ടു പോകും? അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ശേഷം നമ്മൾ നേരെ നടന്ന്, ഇന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഫുള്ള് നടന്ന് ലണ്ടൻ ഫുള്ള് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഈ കാണുന്നതാണ് ഹൈഡ് പാർക്ക്. ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് ഹിസ്റ്റോറിക് ഗ്രീൻ സ്പേസസിലൊന്നാണ് ഹൈഡ് പാർക്ക്. ഏകദേശം 350 ഏക്കറിലോളം പരന്നു കിടക്കുന്ന അതിവിശാലമായിട്ടുള്ള ഈ ഹൈഡ് പാർക്ക് ലണ്ടനിലെ റോയൽ പാർക്കുകളിലൊന്നാണ്. ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ, അതായത് ആദ്യ കാലങ്ങളിലൊക്കെ റോയൽ ഫാമിലീസ് ഇത് ഹണ്ടിങ് ഗ്രൗണ്ടായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് കാലം മാറുന്നതിനനുസരിച്ച് പല പല ആവശ്യങ്ങളായിട്ട് മാറി ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. ഈ പാർക്കിൻ്റെ ഒരു വശത്തായിട്ട് അതിമനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ലേക്കുണ്ട്. ആൻഡ് അത് തരുന്ന ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ് ഈ ലേക്കും ഈ പാർക്കുമൊക്കെ. പിന്നെ ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്പീക്കേഴ്സ് കോർണർ എന്ന് പറഞ്ഞൊരു ഏരിയ. അതായത് 1872 പാർലമെൻറ്റ് ആണ് ഈ സ്പീക്കേഴ്സ് കോർണർ ഒരുക്കിയത്. ഫ്രീ സ്പീച്ച് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്, അതാണ് ആ സ്പീക്കേഴ്സ് കോർണറിൻ്റെ ഉദ്ദേശം. കാൾ മാർക്സ് മുതൽ ജോർജ് ഓർവെൽ വരെയുള്ളവർ സംസാരിച്ചിട്ടുള്ള ഒരു കോർണർ അല്ലെങ്കിൽ ഒരു സ്പേസാണ് സ്പീക്കേഴ്സ് കോർണർ. ഇപ്പോഴും ആ സ്പീക്കേഴ്സ് കോർണർ ആളുകൾ അവരുടെ ആശയങ്ങൾ വിളിച്ചു പറയാനും ഡിബേറ്റുകൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു പാർക്ക്. ലണ്ടൻ സിറ്റിയുടെ മധ്യഭാഗത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിത്ര വൈബായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഈ പാർക്ക്. അതായത് ഇത്രയധികം ആക്ടിവിറ്റീസാണ് ഈ ഒരു പാർക്കിൽ നടക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ അത്ഭുതമാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മാരത്തോൺ നടക്കുന്നുണ്ട്. അതല്ലാതെ ആൾക്കാർ ഒരുപാട് ജോഗ് ചെയ്യുന്നു, സൈക്ലിങ്, സ്കേറ്റിംഗ്, അങ്ങനെ ഒട്ടനേകം ആക്ടിവിറ്റീസിനുള്ള പോസിബിലിറ്റീസാണ് ഈ ഹൈഡ് പാർക്കിലുള്ളത്. അപ്പോൾ ഈ ബിസി ആയിട്ടുള്ള സിറ്റി ലൈഫിൽ ജീവിക്കുന്നവർക്ക് അതിനൊപ്പം തന്നെ അവരുടെ ഈ വക ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പീസ്ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്പേസ്, അതാണ് ഹൈഡ് പാർക്ക്. താങ്ക് യു. ഹൈഡ് പാർക്കിലൂടെ നടന്ന് ഒരറ്റത്തായിട്ട് എത്തിക്കഴിയുമ്പം ഇവിടെ നമുക്ക് ഒരുപാട് മെമ്മോറിയൽസ് കാണാം ഈ ഒരു ഏരിയയിൽ. ഇതെല്ലാം ഫസ്റ്റ് വേൾഡ് വാർ മെമ്മോറിയൽസ് ആണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മരണം പ്രാപിച്ചവരെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ മോണ്യുമെൻറ്റ്സ് എല്ലാം. ഈ കാണുന്ന മോണ്യുമെൻ്റാണ് വെല്ലിംഗ്ടൺ ആർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്ന ശില്പം എന്ന് പറയുന്നത് ഒരു ചാരിയറ്റ്, അതായത് യുദ്ധരഥത്തിൽ ഒരു സമാധാന ദൂതൻ വരുന്നതായിട്ടുള്ള ഒരു ബ്രോൺസ് പ്രതിമയാണ് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹൈഡ് പാർക്ക് കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഗ്രീൻ പാർക്കിലേക്കാണ്. അവിടെ കാണുന്ന ഈ ഒരു മോണ്യുമെൻറ്റ്സ് ആണ് കോമൺവെൽത്ത് മെമ്മോറിയൽസ് എന്ന് പറയുന്നത്. ഇത് 1ഉം 2ഉം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മരിച്ച 5 മില്യണോളം വരുന്ന സ്ത്രീ പുരുഷന്മാർ, അതും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ആഫ്രിക്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്ത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെമ്മോറിയലാണ് കേട്ടോ. ഗ്രീൻ പാർക്കിലൂടെ നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ബക്കിംഗ്ഹാം പാലസിലേക്കാണ്. ഇതാണ് ബക്കിംഗ്ഹാം പാലസ്, രാജാവിൻ്റെ ഔദ്യോഗിക വസതി. ഈ ബക്കിംഗ്ഹാം പാലസ് ഇപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ അല്ല. ഞങ്ങൾ പോയ സമയത്ത് ജൂലൈ ടു സെപ്റ്റംബർ
സമ്മർ ടൈമിൽ ഇത് പബ്ലിക്കിൽ ഓപ്പൺ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ആകെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഈ ഗേറ്റിന് പുറത്ത് നിന്നിട്ട് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓപ്പൺ ആക്കുന്ന സമയത്തും അത് ഫ്രീ എൻട്രി അല്ല കേട്ടോ. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഫീസ് അടച്ചിട്ട് വേണം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഗേറ്റിന് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഗാർഡ്സൊക്കെ മാർച്ച് ചെയ്യുന്ന ജസ്റ്റ് ഗേറ്റിനുള്ളിൽ കൂടി വീഡിയോസ് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അടിയാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും കൂടെ ഗേറ്റിന് മുകളിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ. ക്വീൻ വിക്ടോറിയയുടെ കാലത്താണ് കേട്ടോ ഈ പാലസ് ലണ്ടൻ മൊണാർക്കിൻ്റെ ഔദ്യോഗിക വസതിയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഇത് ഡ്യൂക്ക് ഹൗസും ക്വീൻസ് ഹൗസും ഒക്കെ ആയിരുന്നു. പിന്നീട് ക്വീൻ വിക്ടോറിയയുടെ കാലത്താണ് ഇത് ഔദ്യോഗിക വസതിയായിട്ട് മാറിയത്. അപ്പോൾ ബക്കിംഗ്ഹാം പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിന് നന്നായിട്ട് വിശന്ന് തുടങ്ങി, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏറ്റവും അടുത്ത് ഉള്ളത് ഒരു മാക്ഡി ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള മാക്ഡിയിലേക്ക് വിട്ടു, കാരണം നെയ്തിന് നല്ല ടയേർഡായിരുന്നു നടന്നിട്ട്. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ ലാർജസ്റ്റ് റോമൻ കാത്തലിക് ചേർച്ചാണ് വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ. ആൻഡ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ബൈസൻറ്റൈൻ ആർക്കിടെക്ചറാണ്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചറാണ് അതർ ബിൽഡിങ്സ് വെച്ച് നോക്കുമ്പോൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ അത്ര ഹ്യൂജായിട്ട് തോന്നില്ലെങ്കിലും ഉള്ളിലെത്തി കഴിയുമ്പോൾ ഭയങ്കര മാസീവായിട്ടുള്ള ഡൂംസ് ആൻഡ് ഹ്യൂജായിട്ടുള്ള ഒരു കത്തീഡ്രലാണിത്. ആൻഡ് ഭയങ്കര പീസ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ്സ് ഫ്രീ ടു എൻറ്റർ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പ്രാർത്ഥിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഫ്രീ ടു എൻറ്റർ ആണ് ഇതിൽ. ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മെയിൻ ചാപ്പലിൻ്റെ സൈഡിലായിട്ട്, അതായത് മെയിൻ ആൾത്താരയും ബാക്കി ഭാഗം അടങ്ങുന്ന ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ചാപ്പൽസ് ഉണ്ട് കേട്ടോ. ഓരോ വിശുദ്ധന്മാരുടെ പേരിൽ ഡിഫറെൻറ്റ് ചാപ്പൽസ് ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് പാപ്പ തൊട്ട്, അതായത് പത്രോസ്ലീഹ തൊട്ടിട്ട് ഇപ്പോൾ ഉള്ള ഫ്രാൻസിസ് പാപ്പ വരെയുള്ള പോപ്പുമാരുടെ എല്ലാവരുടെയും പേര് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് ഇയർ. ആൻഡ് ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്ത ദിവസമാണ്. കറക്റ്റ് ഞാനിത് എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പോപ്പ് ഫ്രാൻസിസിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നു. വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നടന്നു കഴിയുമ്പോൾ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലെത്തും. വെസ്റ്റ്മിൻസ്റ്റർ ആബി ഇസ് ആൻ ആംഗ്ലിക്കൻ ചേർച്ച്, അതായത് ബ്രിട്ടീഷ് മൊണാർക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ചേർച്ചാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന് പറയുന്നത്. ഒരുപാട് റോയൽ കൊറോണേഷൻസും ബറിയൽസും വിവാഹങ്ങളും റോയൽ മാരേജസൊക്കെ നടന്നിട്ടുള്ള ഒരു ചേർച്ചാണ്, ആംഗ്ലിക്കൻ ചേർച്ചാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബി. നമ്മുടെ വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ പോലെ ഇത് ഫ്രീ ടു എൻട്രി ഇല്ല, പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗോത്തിക് ആർക്കിടെക്ചറിലാണ് ഈ ഒരു ചേർച്ച് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വെസ്റ്റ്മിൻസ്റ്റർ ആബി കടന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പം നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ബിഗ് ബെൻ. ലണ്ടനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സിലൊന്നാണ് ഈ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ലണ്ടനിലെത്തിക്കഴിഞ്ഞാൽ ബിഗ് ബെൻ കാണാതെ പോകുന്ന ആരും ഉണ്ടാവില്ല. ഈ സൂപ്പർ കൂൾ ആൻഡ് മാസീവായിട്ടുള്ള ക്ലോക്ക് ടവർ അതിൻ്റെ ഗോത്തിക് ആർക്കിടെക്ചർ കൊണ്ടാണ് ഇത്രയും പ്രൗഡിയായിട്ട് ജനങ്ങളെ ആകർഷിക്കുന്നത്. അവിടുന്ന് നമ്മൾ നടന്ന് നേരെ പോയത് ലണ്ടനായി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ലണ്ടനായും ബിഗ് ബെന്നും ഒക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെയായിട്ടാണ് ഉള്ളത്. തെംസ് നദിയുടെ ഓരത്തായിട്ട് ലണ്ടൻ നഗരം മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിൽ
ഉള്ള ഒരു ജയൻറ്റ് ഫെറസ് വീലാണ് നമ്മുടെ ജയൻറ്റ് വീൽ അല്ലെങ്കിൽ ലണ്ടൻ ഐ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി സൂപ്പർ സ്ലോ ആണ്. 30 മിനിറ്റ്സ് എടുത്തിട്ടാണ് ആ ജയൻറ്റ് വീല് ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ക്ഷമ സത്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജയൻറ്റ് വീലിൽ കയറിയില്ല. ബട്ട് ആ ഒരു ജയൻറ്റ് വീലിൻ്റെ ആ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ ട്യൂബ് എടുത്ത് ചൈന ടൗണിലേക്ക് പോയി. ഇനി ചൈന ടൗൺ ആണ് ഞങ്ങളുടെ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇന്നത്തെ ഡേയിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നത്. കാരണം അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് ട്യൂബ് എടുത്തിട്ടാണ് ചൈന ടൗണിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൈന ടൗണിൽ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല ബിസി ആയിട്ടുള്ള സ്ട്രീറ്റാണ് ചൈന ടൗണ്. അവിടെ എല്ലാ ഹോട്ടൽസിൻ്റെ ഫുൾ റെസ്റ്റോറൻറ്റ്സാണ്. റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാം വെളിയിൽ ആൾക്കാരിങ്ങനെ മെനു കാർഡുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു റെസ്റ്റോറൻറ്റ് മെനു ഒക്കെ നോക്കിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ഒരു 2 ടൈപ്സ് ഫ്രൈഡ് റൈസ് ആൻഡ് 1 നൂഡിൽസ്, സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ, ഡംപ്ലിങ്സ് അതൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാൻ ചോപ്സ്റ്റിക്സ് ട്രൈ ചെയ്യുന്നത്. ആൻഡ് ആദ്യമൊക്കെ ഒട്ടും പറ്റിയില്ലെങ്കിലും പിന്നീട് ഞാൻ ഒരുവിധമൊക്കെ ട്രൈ ചെയ്ത് ഒപ്പിച്ചു കേട്ടോ ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കാൻ. എന്ന് കരുതി ഫുള്ള് ഞാൻ ചോപ്സ്റ്റിക്സ് വെച്ചൊന്നും അല്ല കേട്ടോ കഴിച്ചത്. ഞങ്ങൾ ഓർഡർ ചെയ്ത അപ്പം തന്നെ അവരോട് കുറച്ച് അഡീഷണൽ ഫോക്കും സ്പൂണും ഒക്കെ ചോദിച്ചായിരുന്നു. എന്തായാലും അവരത് തന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഈ കാണുന്ന ചിരിയുണ്ടല്ലോ, ആ ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ചതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ വന്ന ചിരിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബക്കിംഗ്ഹാം പാലസിൻ്റെ അവിടേക്ക് പോവാണ്. അതിന് വീണ്ടും ട്യൂബ് എടുത്തിട്ട് പോയി. കാരണം ഞങ്ങൾക്ക് ബക്കിംഗ്ഹാം പാലസിൻ്റെ അവിടെ നിന്ന് തന്നെ അടുത്തുനിന്ന് വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നായിരുന്നു തിരിച്ച് ബസ്. അങ്ങനെ അവിടെ ചെന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നുകൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ബക്കിംഗ്ഹാം പാലസിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മുടെ ഗാർഡ്സിൻ്റെ മാർച്ച്, ബാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ഒന്നും പറയണ്ട. കാരണം ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും കൂടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണം ഇങ്ങനെ വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കേട്ടോ. പിന്നെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു കൗതുകം. ഇനി തിരിച്ചുള്ള ബസ്സിന് കുറച്ചും കൂടെ ടൈമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറച്ചധികം സമയം ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് അവിടെ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് ബസ് സ്റ്റേഷനിലേക്ക് പോയത് കേട്ടോ. ഈ കാണുന്നതാണ് വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ രാജ്ഞിയോടുള്ള ആദരവ് സൂചകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോണ്യുമെൻ്റാണ് ആക്ച്വലി വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഗോൾഡൻ സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഏഞ്ചലാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ബക്കിംഗ്ഹാം പാലസിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ലണ്ടൻ യാത്ര അവസാനിക്കും. ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.